മതവികാരം വ്രണപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് SDPI നേതാവിനെതിരെ കേസ്. മുരിക്കാശ്ശേരി സ്വദേശി ഹാരിസ് ഹൈദ്രോസിനെതിരെയാണ് കേസെടുത്തത്. വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന തരത്തിലായിരുന്നു പോസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, എങ്ങനെ നോക്കിക്കാണാം? കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് ഫേസ്ബുക്കിൽ ഇയാൾ പോസ്റ്റ് ഇട്ടത്. പ്രധാനമായും രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഇട്ടിരുന്നത്. ഇതിൽ ഈ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയെ അവഹേളിക്കുന്ന തരത്തിലുമായിരുന്നു ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ പരാതി നൽകിയിട്ടും, അതായത് 22-ാം തീയതി പരാതി നൽകിയിട്ടും ഇയാൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇടുക്കി SP-യുടെ നിർദ്ദേശത്തെ തുടർന്ന് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. മുരിക്കാശ്ശേരി വാഴപ്പറമ്പിൽ ഹാരിസ് ഹൈദ്രോസിനെതിരെയാണ് കേസെടുത്തത്. ഇയാൾ SDPI ഇടുക്കി മണ്ഡലം പ്രസിഡന്റാണ്. 183 വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ പ്രധാനമായും ഒരു വർഗീയ ലഹള ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഇയാളുടെ പരാമർശങ്ങളും അതുപോലെ തന്നെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും എല്ലാം. അദ്ദേഹത്തിന്റെ പോസ്റ്റ് അല്ലെങ്കിൽ അയാളുടെ പോസ്റ്റ് ഇപ്രകാരമായിരുന്നു. അതായത് രാമക്ഷേത്രമല്ല അവിടെ പണിതിരിക്കുന്നത്, ഇത് രാജ്യദ്രോഹികളാൽ നിയന്ത്രിക്കപ്പെടുന്ന നീതിന്യായ വ്യവസ്ഥ പിന്തുണച്ചതും RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സുമാണ് അവിടെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു സാരം. അത് പൊളിച്ച് അവിടെ ബാങ്ക് വിളി ഉയരണമെന്ന തരത്തിലുള്ള ഒരു പരാമർശവും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇതിനെതിരെ പരാതി നൽകിയ വ്യക്തി ആദ്യഘട്ടത്തിൽ പരാതി നൽകിയിട്ട് കേസെടുക്കാൻ തയ്യാറാകാതിരുന്നതോടുകൂടിയാണ് കൂടുതൽ ഇടപെടലുകൾ നടത്തേണ്ടതായി വന്നത്. ഇതേ തുടർന്ന് നിലവിൽ ഇപ്പോൾ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 153-ാം വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. വ്യക്തമാണ്. മതവികാരം വ്രണപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് SDPI നേതാവിനെതിരെ കേസെടുത്തിരിക്കുന്നു. മുരിക്കാശ്ശേരി സ്വദേശി ഹാരിസ് ഹൈദ്രോസിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന തരത്തിലായിരുന്നു പോസ്റ്റ്. സുബിൻ തോമസ് ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.